എന്നെ അടിക്കുന്നതിന് തടയാൻ വന്ന എൻ്റെ അമ്മേൻ്റെ കൈ തല്ലി ഒടിച്ചു വരും. എൻ്റെ മകള് 14 വയസ്സുള്ളൂ. അവൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ കമാൻഡറാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ആ കൊച്ചിൻ്റെ മുടി പിടിച്ച് വലിച്ച് ആ കൊച്ചിനെ അനാവശ്യമായിട്ട് പറയുകയും കൊച്ചിനെ തലയ്ക്ക് വടിക്ക് അടിച്ചിട്ട് കൊച്ചി ഫിക്സ് വന്ന പോലെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ 1.5 മാസം മുമ്പ് ഈ ശ്രീരാം സേന എന്ന് പറഞ്ഞുള്ള സംഘടനയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ടായിരുന്നു. രാജിവെച്ചതിന് തുടർന്നുണ്ടായ പ്രശ്നങ്ങളിലാണ് നമുക്ക് ഈ ദാരുണമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം രാത്രി ഒരു 10:30 കൂടിയിട്ട് ഒരു സംഘം ആളുകൾ വീട്ടിൽ കയറി ഇവിടെ വന്ന് എൻ്റെ അമ്മയും എൻ്റെ മകളും കൂടി ഇവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഇവർ വന്ന് എന്നെ അന്വേഷിക്കുകയും എന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ ചോദിച്ചു ആരാണ് എന്താണെന്ന് ചോദിച്ച സമയത്ത് അത് നിൻ്റെ അച്ഛനോട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട് എൻ്റെ മകളെ തള്ളി മാറ്റിയിട്ട് ഇവർ ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ ഒച്ചയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വീടിൻ്റെ അകത്ത് കിടക്കുകയായിരുന്നു. അകത്തുനിന്ന് ഇറങ്ങി വന്നപാട് ഇവരടി തുടങ്ങി. ഇവർ 3 പേരും അടിച്ച് എന്നെ അടിക്കുന്നതിന് തടയാൻ വന്ന എൻ്റെ അമ്മേൻ്റെ കൈ തല്ലി ഒടിച്ചു വരും. എൻ്റെ മകള് 14 വയസ്സുള്ളൂ. അവൾ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ കമാൻഡറാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ. ആ കൊച്ചിൻ്റെ മുടി പിടിച്ച് വലിച്ച് ആ കൊച്ചിനെ അനാവശ്യമായിട്ട് പറയുകയും കൊച്ചിനെ തലയ്ക്ക് വടിക്ക് അടിച്ചിട്ട് കൊച്ചി ഫിക്സ് വന്ന പോലെ ഇവിടെ കിടന്ന് വട്ടം കറങ്ങായിരുന്നു, ഒന്നും തിരിയാത്ത പോലെ. അങ്ങനെ അന്ന് രാത്രി തന്നെ ആൾക്കാർ ഓടിക്കൂടി കഴിഞ്ഞപ്പോൾ ഇവർ ഓടിപ്പോവുകയാണ് ചെയ്തത്. അന്ന് രാത്രി തന്നെ വടക്കാഞ്ചേരി പോലീസുകാർ വന്നിട്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ ഇതിവിടെ അവരിൽ വടികളുണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഇവിടെ തന്നെ അത്യാവശ്യം വടികളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതൊക്കെ എടുത്തിട്ടാണ് ഇവർ നമ്മളെ ആക്രമിച്ചത്. അപ്പം എൻ്റെ മുൻവശത്തെ പല്ലടിച്ച് പൊട്ടിച്ചു, മകളുടെ അമ്മയുടെ കൈ തല്ലിയൊടിച്ചു. പിന്നെ അതുപോലെ തന്നെ മകളെ മുടി പിടിച്ച് വലിച്ച് 14 വയസ്സുള്ള കൊച്ചിന്. അപ്പോൾ അങ്ങനെയൊക്കെ ദാരുണമായിട്ടുള്ള സംഭവങ്ങളുണ്ടായി. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ചാൽ ശ്രീരാം സേനേൻ്റെ പോക്ക്, ഞാൻ 13 വർഷമായിട്ട് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇവരുടെ പോക്ക് ശരിയല്ലാന്ന് തോന്നി. ഇപ്പോൾ ഇവർക്ക് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, മറ്റേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അതേ രീതി വന്നാൽ മാത്രമേ കേരളത്തിൽ വളരുള്ളൂ എന്നുള്ളൊരു ഇതിലായിരുന്നു ഇവർ നടന്നത്. ശ്രീരാമൻ്റെ പേരും പറഞ്ഞിട്ട് ആ ഒരു പേരും പറഞ്ഞിട്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രമാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മളത് ഇവരൊന്ന് ഒഴിവായത്. ഈ പറഞ്ഞ വ്യക്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാവൂരുപള്ളി പൊളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തതിൻ്റെ പേര് ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ കൊല്ലൂർ സ്റ്റേഷനിൽ സ്വമേധയാ കേസെടുത്തിട്ട് റിമാൻഡിൽ വിട്ടൊരു പ്രതിയും കൂടിയാണ് ഇത്. പിന്നെ ഇവർ പല കാര്യങ്ങൾക്ക് ഇടപാടുകളും കാര്യങ്ങളായിട്ട് മലപ്പുറം ജില്ലയിൽ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പോയിട്ട് അവിടെ നിന്നുള്ള ആളുകളൊക്കെ പിടിച്ച് വലിച്ച് 40ഓളം പേര് ഇവരെ മർദ്ദിച്ചിട്ട് ഇവരെന്നെ പോലീസിനെ വിളിച്ച് പറഞ്ഞ് പോലീസ് വന്നിട്ടാണ് ഇവരെ അറസ്റ്റ് ചെയ്തിട്ട് ഇവരെ ജാമ്യത്തിൽ വിടുന്നത്, സ്വന്തം ജാമ്യത്തിൽ വിടുന്നത്. പിന്നെ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളും ഇവരിപ്പോൾ കേരളത്തിൽ ചെയ്യാൻ പദ്ധതി ഇട്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഇവർ പ്രാവർത്തികമാക്കാൻ വേണ്ടി ചെയ്യുക. അപ്പോൾ ഇത് ശരിയല്ലാന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇന്ന് ഒഴിവായി പോകുന്നത്. എന്താണ് ഒരു പെട്ടെന്നൊരു ഇതുണ്ടാകാൻ മാത്രം ഒരു കൂടുതൽ തരത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ആശയത്തിനപ്പുറത്തേക്ക് കൂടുതൽ കുറച്ച് തീവ്രമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി അവർ. കാരണം അതാണ് പറഞ്ഞത്, മുസ്ലിങ്ങളെ കടയിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, ചായ കുടിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞാലും ഇവന് കംപ്ലീറ്റ് സെറ്റിൽമെൻറ്റ് ചെയ്യുന്നത് ഇവരായിട്ടാണ്. ഇവരെ സാമ്പത്തിക ഇടപാടുകൾ കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുവിനെ പറ്റിക്കുകയാണ് ഇവൻ ചെയ്യുന്നത്. ഹിന്ദുക്കളെ പേരും പറഞ്ഞിട്ട് കേരളത്തിൽ അങ്ങോളം ഹിന്ദുക്കളെ നന്നാക്കാനാന്ന് പറഞ്ഞിട്ട് ഒരുപാട് സാമ്പത്തികം പണപ്പിരിവിലൂടെ പല സ്ഥലങ്ങളും പിരിച്ചിട്ടുമുണ്ട്. പിന്നെ അത് തന്നെ പല സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ചങ്ങനാശ്ശേരിക്കാരനാണ്. ഇദ്ദേഹം ഇപ്പൊ താമസിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. അതെ, അവരും ചേർപ്പ് സ്വദേശിയായിട്ടുള്ള ഒരു ആദർശ് വേണുഗോപാല്, സംഘടന സെക്രട്ടറി. അതെ. ഈ മറ്റുള്ളവരൊക്കെ നിങ്ങളുടെ കൂടെ നേരത്തെ പ്രവർത്തിച്ച ആളുകളാണോ ഈ മർദ്ദിക്കാനുണ്ടായിരുന്നത്? അല്ല, അതിലൊരാളെ എനിക്കറിയില്ല, ഒരാൾ പുതിയത് വന്ന. ഇവര് വീട്ടിൽ ഇറങ്ങി വന്ന് തല്ലിയത് 3 പേരായിരുന്നു. വണ്ടി അവര് അവിടെ ഇട്ടിട്ട് അപ്പോൾ ആൾക്കാർ ഓടിപ്പോൾ അവരുടെ വണ്ടീൻ്റെ നമ്പറൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്.
എഫ്ഐആർ ഇട്ടിട്ട് ഇപ്പോൾ കേസ് അന്വേഷണം തുടങ്ങി. ഇപ്പോൾ ഇന്നലെ ഇവിടെ വേറെ ചാനലുകാർ വന്ന സമയത്ത് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും എൻ്റെ മകളും മാത്രമുള്ള ഈ വീട്ടിൽ. എൻ്റെ ഈ അമ്മേൻ്റെ കൈ തല്ലി പൊട്ടിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ അത് ഞാൻ കാരണം തന്നെയാണ് ആ സംഭവം ഉണ്ടായത്. ഞാനുമായിട്ട് എന്ത് വിഷയം ഉണ്ടെങ്കിലും ഏത് നിമിഷം വിളിച്ചാലും ഞാൻ എവിടെ ചെല്ലാനും തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഈ 13 വർഷം പ്രവർത്തിച്ച് എനിക്ക് ഈ 5 മാസം പ്രവർത്തിച്ചതിലുള്ള എനിക്ക് കിട്ടിയ കൂലിയാണ് ഇത്. നമുക്കിനി അങ്ങനെയുള്ള സംഘടനയുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയില്ല എന്ന് തോന്നിയപ്പോൾ നമ്മളതിന് ഒഴിവായില്ല. അപ്പം എൻ്റെ മകള് 14 വയസ്സുള്ള ആ കൊച്ചിനെ പിടിച്ചടിച്ചിട്ട് എൻ്റെ CT സ്കാനും MRI കംപ്ലീറ്റ് സാധനങ്ങൾ ഇരിക്കുക. നമ്മൾ അത്രയും വേദനിച്ച് ഞങ്ങൾ. അപ്പോൾ ഞാൻ കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഇനി ഇതിന് നിയമ നടപടികൾ സാധാരണക്കാരായി ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടാവണം, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എന്ത് തരത്തിലുള്ള ഒരു ആശയപ്രചരണമാണ് ഹിന്ദുത്വം തന്നെയാണ് ഒരു ഹിന്ദുക്കളെ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം പറയുന്നത്. പക്ഷേ ഇവർ സാമ്പത്തികമായിട്ട് ഉന്നതിയിലെത്തുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇവരിപ്പോൾ ഹിന്ദുത്വം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു. ഇവർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും ഇവരായിട്ടുള്ള ആളുകളായിട്ടാണ്.